മോനെ പുഴടാ എന്താ പുഴേ നമ്മള് പുഴയിൽ എങ്ങനെയാ കളിക്കുക? ഇപ്പനോട് ചോദിച്ചോക്കെ എങ്ങനെ കളിക്കട്ടെ? പ്ലീച്ച് എന്ന് ചോദിക്കുന്നതാ. എന്നോട് ചോദിച്ചോക്ക് പ്ലീച്ച് ചോദിക്കും. പീച്ച് നമ്മൾ ഇങ്ങണ്ടാ ബോണ്ട വേണോ അല്ലെ പഴം നിറച്ചതോ? എന്താ വേണ്ടി? ബോണ്ട ഇഷ്ടം? എങ്ങനെയാ തിന്നാ? ഞാൻ 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 തിന്നു. നമുക്ക് ബോണ്ട യാച്ചൂനോ? ഉപ്പൊക്കെ ഏതാണ്ടി ചോക്ക് തരൂല അറിയാം. നമ്മള് രണ്ടാൾ തിന്നാള് വരും. ഞാൻ തിന്നു. നമ്മളെന്തിനാ വന്നേ? പോയ കാണാനോ? എനിക്കിഷ്ടാ. ഉപ്പിനോട് ഇവിടെ കടലുണ്ടോ ചോദിച്ചു. കടല് കോഴിക്കോടല്ലോ, ഇവിടെ ഉണ്ടോ? കോഴിക്കോട് കടലില്ലാത്ത എന്റെ നാട്ടില് കടലുണ്ടായതോ ഇവിടുത്തെ പുഴന്ന് വെള്ളം വന്നിട്ടാടോ. പൊട്ടാരി കടലിൽ നമ്മള് കളിക്കല്ലേ? ആരൊക്കെ കളിക്കാൻ പോലെ? അച്ചോ അച്ചോ നമ്മള് പോണ്ട തിന്നാ. അല്ല ഉപ്പല്ലടാ എന്നെ കൊണ്ടുവന്ന് പോണ്ട വാങ്ങി തന്ന്. പറ്റിച്ചതാ? ഇങ്ങനെ കവർ ചെയ്തിട്ടുള്ളതാ. ഇതെന്താ? ഒരു വണ്ടി ഉണ്ടല്ലോ അവിടെ നിക്ക. ഇമ്മ തരൂ. അതാണ് പോണ്ട. ഇന്നലത്തെ പഴംപൊരിയില് പഴം ഉണ്ടാന്ന് പറഞ്ഞോണോ ഈ പോവോ? പഴംപൊരി വേണ്ടിയേ? പഴംപൊരിന്റെ ഉള്ളിൽ പഴം ഉണ്ടാവും കേട്ടോ. പഴം ഉണ്ടാവും വേണ്ട. പിന്നെ എന്താ വേണ്ടിയേ? ഇത് നമ്മൾ രണ്ടാളും തിന്നല്ലേ ഉമ്മ ഉണ്ടാക്കണേച്ചാല് അത് പറ്റുമോ? സൂപ്പറാ. എരിഞ്ഞ് വെള്ളമാണോ? അതിന് മാത്രം എരിവൊന്നുമില്ലല്ലോ. പച്ചമുളക് ഉള്ള സ്ഥലം രസമുണ്ടോ? സൂപ്പറാ. നമുക്കൊരു കഷ്ണം ഉപ്പൊക്കെ മണ്ട വെച്ചോക്കൂ. ആ ഉപ്പൊക്കെ വേണോ? ഉപ്പൊക്കെ ഇടാ. ഇനി ഇത് തരാന്ന് പറഞ്ഞിട്ട് പഴം നിറച്ച് തരാ പറഞ്ഞിട്ട് ഉണ്ടാ. അനുവിന് ശ്രമിച്ചൊക്കെ എന്തേലും മനു എന്നാ വണ്ടിയൊക്കെ എല്ലാവരും എടുത്തോളൂ. ഞാൻ എൻ്റെ ബോണ്ട എടുത്തുതരാം. അപ്പൊ നമ്മൾ എന്തൊക്കെ വാങ്ങി? പപ്പായന്ന് ബോണ്ട. അടിപൊളി ബോണ്ട അല്ലേ? ടേസ്റ്റ് ബോണ്ടല്ലേ? ഇന്നലെ തിന്ന് എങ്ങനെ ഉണ്ട്? അടിപൊളിയല്ലേ? ഇന്നലെ 3 ബോണ്ട. പിന്നെ മറ്റേ ഇതും അടിപൊളിയല്ലേ? മുളക് ബജി. മുളക് ബജി വേറെ ഒഴിച്ചല്ലേ? അടിപൊളി വെച്ചു. ഉള്ളില് വേറെ എന്തോ കോഴിക്കോടുകാരൊക്കെ കണ്ടോളി. കൊടുവള്ളിത്തെ പതിനർച്ച ഇങ്ങനെ ഉണ്ടാവല്. പഴം മൊത്തത്തിൽ അത് കവർ ചെയ്തിട്ടല്ല. വെള്ളം തരാം. ഇതാണ് നമ്മള് രതീഷ് അല്ല കേട്ടോ, ഇത് പഴം നിറച്ചതാണ്. അതെ, രതീഷിന്റെ അടിയൻ. അനുവിന്റെ കമാൻഡ് വെക്കുന്ന വരുന്നുണ്ട്. രതീഷിന്റെ അടിയൻ പഴം നിറച്ച്. ഇതിന് പുതിയ പേരുണ്ടോ? ബോണ്ട കാണുന്നില്ല. എനിക്കാവണോ? ഈ ചെങ്ങായി ഇടോട്ടാനുണ്ടാവും.
മുളക് ബജി വേണ്ട, മുളക് ബജി പൊളിച്ച് കാണിച്ചെടുത്തിട്ടുള്ളൂ. നമ്മൾ മുളക് ബജി വാങ്ങിയിരുന്നു. അനുവിന് മുളക് ബജിയാണ് വെള്ളം കൊണ്ട നല്ല ഫില്ലിങ് അടിപൊളി മുളക് ബജി അനുവിന്. പിന്നെ സുമിണ്ട്, സുമിക്ക് എന്താ പയനറച്ച്. ഓളും പയനറച്ചാട്ടോ. കട്ട് ചെയ്താൽ ഇവിടുന്ന് പോണ്ട. രണ്ടാമത്തതാണ് ഉള്ളിലാക്കിയപ്പോ. ഒന്നാമത്തെ തന്നെയാണ് ഇപ്പം ഉണ്ടായതുകൊണ്ട് ആസ്വദിച്ച് തിന്നലടത്തില്ല. വേഗം വേഗം തിന്നലടത്തും. അടിപൊളി ടേസ്റ്റ്. ഓനായിട്ടാണോ ഇതൊന്നും ഇറ്റാലാ വേണ്ടി കടിച്ചു നോക്ക്. ടേസ്റ്റ് ഉണ്ടോ നോക്ക്. ഓനോട് കടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ചമ്മട് മോനെ ബോണ്ട മിസ്സിങ്. ബോണ്ട നീ തിന്നോ? ഇവിടെ കാണുന്നില്ല. ഒരു ബോണ്ട ഈസ് മിസ്സിങ്. ഓൻ തിന്നോ? ഇനി വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കേണ്ടി വരും. ഉപ്പ തിന്നാനോ? പുതിയ ടിപ്പ്. മുളക് ബജിയില് എരിവില്ലാതെ കാണിട്ട് മുളക് ഇങ്ങനെ ഊരിയെടുത്താൽ ഇതായിലിട്ടിക്കണ്. അപ്പൊ ബോണ്ട കള്ളനെ പിടികൂടി. കളറായിരുന്നു ബോണ്ട കള്ളൻ. വിചാരം തൊള്ള കൊള്ളൂല മോനെ. പഴംപൊരിയാ? പഴംപൊരി അല്ല കേട്ടോ, പഴം നിറച്ചതാണ്. ഉമ്മ പറഞ്ഞതായിട്ടാ മോനെ. ഓന് പഴംപൊരിയെ കേട്ട് ശീലമുള്ളൂ. നീ ഇപ്പൊ പഴംപൊരി പഴണ്ട് പഴണ്ടോ? എന്താ സാധനം? അപ്പൊ അതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടായ? പിന്നെ ഇനി എന്തിനാ പഴണ്ട് വന്ന് കരിയുന്നേ? പഴം വേണ്ട, പഴം വേണ്ട. പഴംപൊരി വേണോ? പഴംപൊരി വേണം, പഴം വേണ്ട. വെറൈറ്റി ഇത് സ്ഥിരമായിട്ടാണോ? പഴംപൊരി കൊണ്ടുവന്നാലും പഴം പറ്റൂല, പക്ഷെ പഴംപൊരി അവന് വേണം. അപ്പൊ ഗൈസ് ഇതാ വൈകിട്ട് ഏകദേശം എത്ര മണി ഗൈസ്? 5:27. ഈ സമയത്ത് ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ജസ്റ്റ് കാറൊന്നെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറുങ്ങാട്ടക്കടവ് അല്ലേ? കുറുങ്ങാട്ടക്കടവ്, അതന്നെ കുറുങ്ങാട്ടക്കടവ് എന്ന് പറയുന്ന ഒരു കടവുണ്ട്. ഒരു പുഴയാണ്. ആ പുഴയുടെ ഒരു പാലാണ്. ആ സ്ഥലത്തേക്ക് പറയുന്ന പേരാണ് കുറുങ്ങാട്ടക്കടവ്. അങ്ങനെ കുറുങ്ങാട്ടക്കടവിൽ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ്. ഹോട്ടലിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടുന്ന് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സ്നാക്സ് വൈകുന്നേരം അവിടെ അടിപൊളി ടേസ്റ്റുള്ള സ്നാക്സ് ഉണ്ടാവും. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇവിടെ പാലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ വണ്ടിയിട്ട് മഴയൊക്കെ ചെറുതായിട്ട് പാറ്റുന്നുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ പാറ്റി വരുന്നുണ്ട് ചെറിയ രൂപത്തിൽ. അകത്ത് കയറി. അതെ, മഴ ഞാറുണ്ട്. യാസിന് പുറത്ത് പോണോ പറഞ്ഞപ്പോ അങ്ങനെ പുഴ കാണിച്ചു തരാം പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഒരു 10 മിനിറ്റ് ചെറിയ റൈഡ്. പറ്റുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ഈ സ്ഥലം എവിടെയാന്ന് ചോദിച്ചാൽ കൊടുവള്ളിയിൽ നിന്ന് RECക്ക് പോരുന്ന റൂട്ടിൽ ആണ് നമ്മൾ പറഞ്ഞ പപ്പായ ഹോട്ടൽ. ചെറിയൊരു തട്ടുകട പോലുള്ള സംഭവമാണ്. പക്ഷെ അടിപൊളി ഫുഡുകൾ, വെറൈറ്റി ഫുഡാണ്. എനിക്കടുത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമുണ്ട്, ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ ഒരു രക്ഷയില്ല. അതേപോലെ പൊറാട്ടയും, അടിപൊളി പൊറാട്ടയും ബീഫ് ഫ്രൈയും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമുക്ക് വൈകുന്നേരം സ്നാക്സുകളാണ്. സ്നാക്സിനും അവിടെ നല്ല തിരക്കാട്ടോ. നല്ല ചൂടോടുകൂടിയുള്ള സ്നാക്സുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് 7 മണി വരെ ഉണ്ടാവുള്ളൂ അല്ലേ? ബാക്കില് അനു സുമിയും തകർത്ത് ഇരിക്കുകയാണ്. പക്ഷേ ഗൈസ് ഓൾക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തോട്ടോ കാണിക്കാത്ത. യാസു ഓക്കെയാ? അടിപൊളിയാ? കളിക്കാനായില്ല വായല അങ്ങനെ ഇടല്ലടാ മോനെ. അതിന്റെ മാവൻ, അതിന്റെ പഴം ഞാൻ പഴംപൊരി, പഴമില്ലാത്ത പഴം. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണോ പറ, ലൈക്ക് ചെയ്യ് പറ, എല്ലാരും ലൈക്ക് ചെയ്യണോ പറ, ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ് പറ, ഷെയർ ചെയ്യ് പറ.
പഴം നിറച്ചവും ബോണ്ടയും മാത്രമല്ല കായപ്പവും മണ്ണിന് മറന്നുപോയി. ആദ്യമായിട്ടാണ് കായപ്പത്തിൽ തേങ്ങാക്കൊത്തൊക്കെ കാണുന്നത്. നല്ല അടിപൊളി അടിപൊളി കായപ്പം. കായപ്പത്തിൽ തേങ്ങാക്കൊത്തൊക്കെ അടിപൊളിയാണ് ഗൈസ്. സുമി എന്റെ കായപ്പത്തില് തേങ്ങാക്കൊത്ത് ഞാനിങ്ങ് എടുത്തു. സുമിക്ക് തേങ്ങാക്കൊത്ത് വേണ്ട. ഉണ്ട് കേട്ടോ. അടിപൊളി ബോണ്ടയില് തേങ്ങാക്കൊത്തോ? ഇനി മൊത്തം പോളാണല്ലോ. അപ്പൊ ബോണ്ടയിൽ ഇട്ടാലെന്താ? അതെ കറക്റ്റാണ്. ഇതുപോലത്തെ കോമഡികള് അനുവിന്റെ എത്തുന്നു മാത്രമേ വരൂ. ഇതൊക്കെയാണ് നമ്മൾ എന്നെ സംഭവം. അപ്പൊ നമ്മളെ കായപ്പ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ല എല്ലാവർക്കും മനസ്സിലായി. എന്റെ കണ്ണിനും തോട്ടി രണ്ട് വീഡിയോ ഒന്നും വിചാരിക്കാതെ കുറച്ച് കുറവാണ്. അമ്മക്ക് മനസ്സിലാവണമെങ്കിൽ തന്നെ 2 മണിക്കൂർ എടുക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സമയമില്ല. അപ്പൊ ഗൈസ് ഇതാ ബോണ്ടി കായ്പൊക്കെ വാങ്ങി ഞങ്ങൾ അതൊക്കെ തിന്നു. പുറത്ത് മഴ ഇങ്ങനെ വരുന്നുണ്ട്. അവിടെ കുറെ ഡാഷ്ബോർഡൊക്കെ തുറന്ന് കണ്ണടക്ക് ചാമ്പി ഫ്രണ്ടിന്റെ ആയിക്കോട്ടോ. ഇവിടെ നോക്കിയേ എടുത്തു വെച്ചാള്. ഈ ഭാഗത്ത് കൂടെ പോകുന്നവരൊക്കെ ജസ്റ്റ് പപ്പായയുടെ സ്നാക്സുകളും അതേപോലെ പൊറാട്ടയും ബീഫും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉച്ചക്ക് ചോറുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ ഗൈസ് നമ്മളിതാ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ബയാസിനിതാ കടിയൊക്കെ കഴിച്ച് വെള്ളം കുടിക്കുന്ന തിരക്കിലാണ്. അപ്പം ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ഉണ്ടാവുന്നതല്ല. അതെ അനുവിന്റെ കമന്റ് കേട്ടോ. അടുത്ത അടിപൊളി കമന്റുകൾക്ക് വേണ്ടിയാണ് സമീപിക്കാം. വേറൊരു വീഡിയോ ഉണ്ടാകുന്നതല്ല. ഓക്കെ ഗൈസ്, വീണ്ടും കാണാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ്. തടിയ മാത്രല്ലേ, തടിയനും തടിച്ചിക്കുമ്പോ